ഇന്നത്തേത് വീണ്ടും ജെമിനി AI ഫോട്ടോസിനെ കുറിച്ചാണ്. നമ്മൾ കിടുക്കാച്ചി ഫോട്ടോസ് എങ്ങനെ റെഡിയാക്കാനാണ് ഇന്നത്തെ വീഡിയോ കേട്ടോ. അതിനായിട്ട് ഗൂഗിൾ എടുക്കുക, ജെമിനി AI എന്ന് ടൈപ്പ് ചെയ്യുക. അപ്പോൾ ഗൂഗിൾ ജെമിനി എന്ന് പറഞ്ഞാൽ ഈ ഒരു ലിങ്ക് വരും. അതിലേക്ക് നമ്മൾ ഫസ്റ്റ് കിട്ടുന്ന അതിലേക്ക് തന്നെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു പേജാണ് ഓപ്പൺ ആയിട്ട് വരുന്നത്. ഈ പേജ് താഴത്ത് പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, അപ്ലോഡ് ഫയൽസ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതുപോലത്തെ ഒരു പേജ് ഓപ്പൺ ആയി വരും. അപ്പോൾ മുകളിലുള്ള ഇമേജസിൽ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഏത് വാട്സപ്പ് ഇമേജസ് ആണോ വേണ്ടത്, സ്ക്രീൻഷോട്ടാണോ വേണ്ടത്, അല്ലെങ്കിൽ ക്യാമറ ഫോട്ടോസാണോ വേണ്ടതെന്ന് വെച്ചാൽ അതിൽ ക്ലിക്ക് ചെയ്യുക. നമുക്ക് ഏത് ഫോട്ടോ ആണോ വേണ്ടതെന്ന് വെച്ചാൽ അത് ക്ലിക്ക് ചെയ്തിട്ട് അതവിടെ ഡൗൺലോഡായി വരാൻ കുറച്ച് സമയം എടുക്കും. അതിനുശേഷം ആ ഫോട്ടോൻ്റെ താഴെയായിട്ട് നമ്മൾ കുറച്ച് ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അതിന് പ്രോംപ്റ്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ ആ പ്രോംപ്റ്റ് നമ്മൾ കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് ഞാൻ കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് ഇതിൻ്റെ അടിയിൽ കൊണ്ടിടുക ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഒരു ഫോട്ടോ ആ പ്രോംപ്റ്റിനനുസരിച്ചിട്ടുള്ള ഒരു ഫോട്ടോ ഇവിടെ സെറ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു അടിപൊളി ഫോട്ടോ അല്ലേ ഇത്. അതിനുശേഷം മുകളിലുള്ള ആരോ ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്കിത് ഡൗൺലോഡ് ചെയ്യാം. പിന്നെ നമ്മൾ വീണ്ടും ഇതേ പേജ് കുറച്ച് മുകളിലോട്ടാക്കിയിട്ട് സ്ക്രോൾ ഡൗൺ ചെയ്തിട്ട് പിന്നെ ആ പ്ലസ് ബട്ടണിൽ വീണ്ടും ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം സെയിം ഫോട്ടോ ആണെങ്കിൽ സെയിം ഫോട്ടോ എടുക്കുക, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഫോട്ടോ എടുത്തിട്ട് നമ്മൾ വേറൊരു പ്രോംപ്റ്റാണ് ഇതിൽ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ, ഫോട്ടോയുടെ താഴെയായിട്ട്. അപ്പോൾ പ്രോംപ്റ്റ് ഇട്ടതിന് ശേഷം ആ ഫോർവേഡിൻ്റെ ബട്ടണാണ് ക്ലിക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇമേജ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടി കുറച്ച് സമയം എടുക്കും. അപ്പോൾ ഇപ്പോൾ ഈ വന്നിട്ടുള്ള ഇമേജ് ഒരു യെല്ലോ സാരി എടുത്ത ഫോട്ടോ ആണ് കേട്ടോ. അപ്പോൾ അത് നല്ല ഫോട്ടോ തന്നെയായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് അടുത്ത് ഞാനിപ്പോൾ ചെയ്യുന്നത്, ഇപ്പോൾ നമ്മൾ ഹസ്ബൻഡ് വൈഫിൽ ഒരുമിച്ചുള്ള ഫോട്ടോസ് വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് ഇഷ്ടമുള്ളൊരു ഫോട്ടോ സെലക്ട് ചെയ്യാം. അതിനുശേഷം ഈ ഒരു പ്രോംപ്റ്റാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. ഇപ്പോൾ രണ്ടാളും ഒരുമിച്ചുള്ള ഫോട്ടോ ഇല്ലാന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് ഫോട്ടോ എടുത്തിട്ട് അടിയിൽ ഈ പ്രോംപ്റ്റ് ഇട്ട് കൊടുത്താൽ മതി. അതിനുശേഷം നമ്മൾ ഫോർവേഡ് അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഈ ഒരു ടൈപ്പിലുള്ള ഫോട്ടോസ് കിട്ടും. അപ്പോൾ ഈ ഒരു ഫോട്ടോ അടിപൊളിയല്ലേ, നല്ല അടിപൊളി, എനിക്ക് ഇഷ്ടമായിട്ട് നല്ലൊരു ഫോട്ടോ ആണ്. അപ്പോൾ ഇതിന് ശേഷം ഇത് ഡൗൺലോഡ് ചെയ്ത് വെക്കുക. പിന്നെ അടുത്ത പ്രോംപ്റ്റ് യൂസ് ചെയ്തിട്ട് ഇതേപോലെ തന്നെ നമുക്ക് ഇഷ്ടമുള്ള ഒരു ഫോട്ടോ എടുക്കാം. സെയിം ആ പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള വേറൊരു ഫോട്ടോ എടുക്കാം. പിന്നെ പ്രോംപ്റ്റ് മാറ്റി കൊടുക്കാം. അപ്പോൾ അതനുസരിച്ച് നമ്മുടെ ഫോട്ടോ ജനറേറ്റ് ആയിട്ട് വരും. അപ്പോൾ നമുക്ക് നമ്മളൊന്ന് അതുപോലെ കാണണം എന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് ചെയ്ത് നോക്കാമല്ലോ. സെയിം അല്ലെങ്കിൽ ഏകദേശമൊക്കെ നമ്മുടെ ഒരു ലുക്ക് വരുന്നുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഇപ്പോൾ ഇത് വേറൊരു സ്റ്റൈലിലുള്ള ഫോട്ടോ ആണ് കേട്ടോ. പിന്നെ വീണ്ടും ഞങ്ങൾ രണ്ടുപേരുള്ളൊരു ഫോട്ടോ ഒന്നും കൂടി ചെയ്യുന്നുണ്ട്, വേറൊരു പ്രോംപ്റ്റ് ഇട്ടിട്ട്. അതും നല്ല എനിക്കിഷ്ടമായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിക്ക് നിങ്ങൾ ചെയ്ത് നോക്കും. പ്രോംപ്റ്റൊക്കെ ഞാൻ വീഡിയോൻ്റെ താഴത്ത് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അതെടുത്തിട്ട് കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് ഉണ്ടാക്കി നോക്കും. പിന്നെ ഞാൻ കുറേ ഫോട്ടോസൊക്കെ ചെയ്തിട്ട് ലാസ്റ്റ് ആപ്പ് എന്നെ പറഞ്ഞു ഇന്നത്തെ പ്രോഗ്രാം കഴിഞ്ഞു എന്ന്, ഇനി നാളെ വരാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോ കാണാൻ ബൈ.